ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാഷ് ഫോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ മെറ്റ AI ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോയിലെ ഡ്രസ്സ് കളറും ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായി മാറ്റം വരുത്താൻ കഴിയുന്ന കിടിലൻ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു അപ്ഡേറ്റാണ്. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ പ്ലസ് ചിഹ്നത്തിൻ്റെ തൊട്ട് മുകളിൽ മെറ്റ എയുടെ ആ ഒരു റൗണ്ട് ചിഹ്നം കാണുന്ന അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു സ്ഥലം കാണും. അപ്പോൾ അവിടെ വലതു ഭാഗത്ത് ക്യാമറയുടെ ചിഹ്നം കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഫോട്ടോ എടുത്തും ചെയ്യാം, ഗാലറിയിലുള്ള ഫോട്ടോയും നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ ഗാലറിയിലുള്ളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ താഴെ കാണുന്ന ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നുള്ള അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ചേഞ്ച് ഡ്രസ് കളർ എന്ന് ഞാൻ എഴുതി കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെന്നോ അതും എഴുതി കൊടുക്കാവുന്നതാണ്, ആ കളറിൽ കിട്ടുന്നതാണ്. ഒന്നും എഴുതിയില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക് കളർ മാറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം വലതു ഭാഗത്ത് കാണുന്ന ഒരു ഫോർവേഡ് ചിഹ്നം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അല്പം നേരം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ റെഡിയാവുന്നതാണ്. അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ ബ്ലൂ കളറായിരുന്നത് ഞാൻ എഴുതി കൊടുത്ത പോലെ തന്നെ ഗ്രീൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അത് ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അവിടെ എഴുതി കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ആഡ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ഷോപ്പിംഗ് മാൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഏത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ എഴുതി കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം സെൻഡ് കൊടുക്കുക. ഓക്കെ, പിക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറി ഷോപ്പിംഗ് മാളിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സ് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.